ഹായ്, 100 ഡേയ്സ് ജേർണി വിസ ക്വസ്റ്റ്യൻ ചാലഞ്ചിന്റെ 68ാമത് ക്വസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്വസ്റ്റൻ എന്നുള്ളത്, ചേട്ടാ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മോട്ടിവേഷൻ ലെറ്റർ എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞു തരാമോ? പ്ലീസ് റിപ്ലൈ. നമുക്ക് ഇതിന്റെ ഒഫീഷ്യൽ ഡീറ്റെയിൽസ് നോക്കാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ജർമ്മൻ കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ പോകുന്നു. അതിനുശേഷം ഓപ്പർച്യൂണിറ്റി കാർഡ് ചെക്ക് ലിസ്റ്റിൽ ഓപ്പർച്യൂണിറ്റി കാർഡിൽ മോട്ടിവേഷൻ ലെറ്റർ എഴുതുമ്പോൾ എന്താ കാര്യം സ്ഥിതി എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. വാട്ട് ടൈപ്പ് ഓഫ് വർക്ക് ഓർ ജോബ് യു ഇന്റൻഡ് ടു ഡു ഇൻ ജർമ്മനി, അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇഫ് ആൻഡ് സിൻസ് വെൻ യു ലേൺ ജർമ്മൻ, if you have already applied for jobs at which company or you have already invited to job interviews, നമുക്ക് ജോബ് ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളോ, why you intended to move Germany and not another EU country, എന്തുകൊണ്ടാണ് ജർമ്മനിയിലേക്ക് മൂവ് ചെയ്യുന്നത്, മറ്റുള്ള EU കൺട്രിയിലോട്ട് എന്തുകൊണ്ടാണ് മൂവ് ചെയ്യാത്തത് എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ജോബ് ആപ്ലിക്കേഷൻസോ ഇൻവിറ്റേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്യണം. ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മോട്ടിവേഷൻ ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയുമായി ബന്ധപ്പെട്ട വിസ റിജക്ഷൻസ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കമന്റിൽ അറിയിക്കാവുന്നതാണ്. താങ്ക് യു ഓൾ.